യാഗി ആൻറ്റിന ഉപയോഗിച്ചിട്ടുള്ള മിക്ക റേഡിയോ അമേച്ചേഴ്സിനും ഗാമ മാച്ചിനെ പറ്റി അറിയുന്നുണ്ടാവും, കണ്ടിട്ടും ഉണ്ടാവും. മിക്കവാറും യാഗി ആൻറ്റിനകളൊക്കെ ഗാമ മാച്ചാണ് ഉപയോഗിക്കാറ്. അതെന്തിനാണെന്ന് വെച്ചാൽ മൾട്ടി എലമെൻറ്റ് യാഗി ആകുമ്പോൾ അതിൻ്റെ ഇമ്പിഡൻസ് കുറവായിരിക്കും. പക്ഷേ റേഡിയോൻ്റെ ഇമ്പിഡൻസ് 50 ഓംസ്, ഫീഡ് ലൈൻ ആണെങ്കിൽ അതിനും ഇമ്പിഡൻസ് 50 ഓംസ്. ഇതിലേക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാമ മാച്ച് ഉപയോഗിക്കുന്നത്. ഈ അടുത്ത കാലത്താണ് ഞാൻ ബീറ്റ മാച്ചിനെ പറ്റി കേട്ടത്. ഈ ഒറിജിനൽ പോസ്റ്റ് കുറച്ച് മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു ഇംഗ്ലീഷിൽ, ഇപ്പോൾ മലയാളത്തിൽ പോസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷേ ഇതിനിടയിൽ വ്യൂ ടു PBT ഒരു ഡിസ്കഷനിൽ, ആം റേഡിയോ ഡിസ്കഷനിൽ ബാൻഡിൽ പറയുന്നത് കേട്ടു ഉപയോഗിക്കുന്നുണ്ടെന്ന്. അതായത് ക്യൂബിക്കൽ കോഡിനാണ് ബീറ്റ മാച്ച് ഉപയോഗിച്ചതെന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല അതിനെ പറ്റിയിട്ട്. ഈ ബീറ്റ മാച്ച് എന്ന് പറയുന്നത് ഒരു ഷോർട്ടിങ് സ്റ്റെപ്പാണ് ഫീഡ് പോയിൻറ്റിൽ, ആ ഡ്രോൺ എലമെൻറ്റിൽ. യാഗി ആൻറ്റനയിലെ ഡ്രോൺ എലമെൻറ്റിൽ തന്നെയാണ് നമ്മൾ ഗാമ മാച്ചും കണക്ട് ചെയ്യുന്നത്. ഈ ബീറ്റ മാച്ച് ഒരു യു ഷേപ്പ് അല്ലെ ഹെയർപിൻ ഷേപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് ആ പേര് വന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് പല കാര്യങ്ങളും നോക്കണം, ബാലൻ ഏത് ടൈപ്പ് ഉപയോഗിക്കണം എന്നൊക്കെ അനുസരിച്ചിട്ടാണ്. പിന്നെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി, കണ്ടക്ടിവിറ്റി, പെർമിയബിലിറ്റി, ഡയമീറ്റർ, സ്പേസിങ്, വെലോസിറ്റി ഫാക്ടർ, അങ്ങനെ പല കാര്യങ്ങളും ഈ ഡ്രോൺ എലമെൻറ്റിൻ്റെ അനുസരിച്ചിട്ട് ബീറ്റ മാച്ചിൻ്റെ സെഗ്മെൻറ്റിൻ്റെ വ്യത്യാസം വരും ഷോർട്ടിംഗ് സ്റ്റെപ്പിൻ്റെ. ബീറ്റ മാച്ച് ഒരു ഷണ്ട് ഇൻഡക്റ്റൻസ് ആയിട്ട് കണക്കാക്കാം, ട്രാൻസ്മിഷൻ ലൈനിലും ഡ്രോൺ എലമെൻറ്റ് ഫീഡ് പോയിൻറ്റിലും കൂടെ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഷണ്ട് ഇൻഡക്റ്റൻസ് ആയതുകൊണ്ട് അതിന് മാച്ചിങ് കപ്പാസിറ്റൻസ് വരാൻ വേണ്ടി ഡ്രോൺ എലമെൻറ്റ് കുറച്ച് ചെറുതാക്കും. അപ്പോൾ റെസൊണൻറ്റ് ഫ്രീക്വൻസിക്ക് വേണ്ടതിനെക്കാട്ടി ചെറുതാണെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ബീറ്റ മാച്ച് ഉണ്ടാക്കുന്നത് ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പീസ് കൊണ്ട് ഉണ്ടാക്കാം, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഷോർട്ട് ചെയ്തിട്ട്. അതാണ് യു ഷേപ്പ് ആവുന്നത്, ഹെയർ പിൻ മാച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ നീളം ക്വാർട്ടർ വേവ് ലെങ്ത്തിൻ്റെ താഴെയാണെങ്കിൽ ഓപ്പണൻറ്റിലെ ഇമ്പിഡൻസ് പ്യുവർലി ഇൻഡക്റ്റീവ് ആയിരിക്കും. പിന്നെ ഡിസൈൻ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ബീറ്റ മാച്ചിൻ്റെ നീളം കണക്കൂട്ടാനുള്ള ഫോർമുലയുണ്ട്. പിന്നെ ഗാമ മാച്ചിൻ്റെ പോലെ ഷോർട്ടിംഗ് ബാർ വെച്ചിട്ട് അതിൻ്റെ നീളം മാച്ച് ചെയ്യുകയും ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല, കാരണം അത് അത്ര ഈസി ആണോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട്. പിന്നെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാനൊരു മോക്സൺ യാഗി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ യാഗിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത് യാഗിക്ക് മാത്രമല്ല അൺഫെഡ് വെർട്ടിക്കൽ അന്നാസിനും ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് കേസിലും